മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. മലയാളി മെമ്മോറിയൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. ഇന്ത്യയിൽ CRPF രൂപീകൃതമായ വർഷം 1939. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസ് രൂപം കൊണ്ട വർഷം 1835. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ്. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നായകൻ ആരായിരുന്നു? C. കേശവമേനോൻ. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? വില്യം ബെന്റിക്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആരാണ്? വില്യം ബെന്റിക്. ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ആരാണ്? വെലസി പ്രഭു. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം 1919. ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിചാരണ കൂടാതെ ജനങ്ങളെ തടവിലാക്കാനുള്ള അധികാരം കിട്ടിയത് ഏത് ആക്ട് പ്രകാരമായിരുന്നു? റൗലറ്റ് ആക്ട്. വിദേശ വസ്ത്ര ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട സംഭവം ഏതായിരുന്നു? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1905. ഹോം റൂൾ പ്രസ്ഥാനം ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 1916. ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരായിരുന്നു? C. രാജഗോപാലാചാരി. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഇന്ത്യ ഡിവൈഡ്സ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന മഹാൻ ലാലാ ലജ്പത് റായ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം 1867. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? CR ദാസ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഭഗത് സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യം നിശ്ചയിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ്? 9. 1933 ഹരിജൻ വാരിക ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജി. ആധുനിക ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ബാബ ആംതെ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16. എത്ര ദിവസമാണ് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് എടുത്തത്? 24. ബാപ്പുജി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മഹാത്മാഗാന്ധിയെ.
ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജി. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യത്തിന്റെ പേര് എന്തായിരുന്നു? രാമരാജ്യം. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം 1930. ബ്രിട്ടീഷുകാർ പേപ്പർ കറൻസി നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 1861. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം 1664. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം ഏതായിരുന്നു? ശ്രീരംഗപട്ടണം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച വർഷം 1602. അനുശീലൻ സമിതി രൂപീകൃതമായ വർഷം 1902. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1946. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? മഹാത്മാഗാന്ധി. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. 1907 സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം 1939. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902. പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഭഗത് സിംഗ്. രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ്? അഹമ്മദാബാദിൽ വെച്ച്. നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ്? സൂററ്റിലെ ബർദോളി. കേശബ് ചന്ദ്ര സെൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രഹ്മസമാജം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ. ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു? 78. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഒരു തവണ. മഹാത്മാഗാന്ധി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം 1887. മഹാത്മാഗാന്ധിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു? അഹിംസ. UN ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? മഹാത്മാഗാന്ധി മരണമടഞ്ഞപ്പോൾ. സ്വരാജ് പാർട്ടിയുടെ മുഖപത്രത്തിന്റെ പേര് എന്തായിരുന്നു? ഫോർവേഡ്. സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി? വേവൽ പ്രഭു. ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ച വർഷം 1932. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? 168. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആരായിരുന്നു? മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരാണ്? ആനി ബസൻ. എപ്പോഴാണ് മഹാത്മാഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയത്? 1920. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച വർഷം 1914. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത് ആരാണ്? സി രാജഗോപാലാചാരി. തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ദേവേന്ദ്രനാഥ്. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് ആവശ്യം എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? റാൽഫ് ഫിച്ച്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിചാര വിപ്ലവത്തിന് ആരംഭം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അരുണ അസഫ് അലി.
ഇംഗ്ലീഷുകാർ 1641 മദ്രാസിൽ നിർമ്മിച്ച കോട്ട ഏതാണ്? സെന്റ് ജോർജ് കോട്ട. ഇംഗ്ലീഷുകാർ ഫോർട്ട് വില്യം നിർമ്മിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ്. ക്ഷീണ ഹൃദയനായ മിതവാദി എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞത് ഏത് സമ്മേളനത്തിലാണ്? 1907 സൂററ്റ് സമ്മേളനത്തിൽ. കേരളത്തിലെ ഏത് സ്ഥലത്തെയാണ് പറങ്കികൾ ദയാംബേർ എന്ന് വിളിച്ചത്? ഉദയംപേരൂർ. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമായിരുന്നു? 1916. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ്? ബദറുദ്ദീൻ ത്യാബ്ജി. വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? 1921 നവംബർ 20. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് എവിടെ വെച്ചാണ്? വേദാരണ്യം. 1858 ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? റങ്കൂൺ. ഇന്ത്യയിൽ സിവിൽ മാരേജ് ആക്ട് പാസാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? നോർത്ത് ബ്രൂക്ക് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകൃതമായത് എവിടെയായിരുന്നു? സിംഗപ്പൂർ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പത്രം ഏതായിരുന്നു? കേരള കൗമുദി. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്.